അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതേപോലെ വെള്ളമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഷട്ടർ തുറന്നുകൊണ്ടാണ്. ഷട്ടർ വലിയ കാര്യത്തിൽ തുറന്നിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് അധികം വെള്ളമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ എത്ര ഷട്ടർ തുറന്നാലും നമുക്ക് നടക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ നടക്കണ സ്പോട്ട് കണ്ടില്ല, ഇതിനെ നടക്കാനൊക്കെ പറ്റും. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി വെള്ളം കണ്ടിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ ലെയറായിട്ട് കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ ഇതുപോലെ ഒരു ഡാമും കൂടി ഉണ്ട് ഇവിടെ അടുത്ത്. അവിടെ ഇതുപോലെ ലെയറായിട്ട് തന്നെയാണ് വെള്ളം വരാറുള്ളത്. ഞാൻ അല്ലാണ്ട് പിന്നെ എവിടെയും ഒരു ഡാമിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫില്ലിങ് കണ്ടിട്ട് ഇവിടെ നിന്ന് ഫില്ലായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതിനോടൊക്കെ ഇനിയും ഫില്ലാവാനുണ്ട്. കാരണം നല്ല ശക്തിയിലൊക്കെ ഷട്ടർ വെച്ച് കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് പോലും കാണില്ല. അപ്പോൾ ഒത്തിരി വെള്ളം ഷട്ടർ തുറന്നിട്ടുള്ളൂ, കുറച്ച് വെള്ളം മാത്രമേ അതുകൊണ്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യും കേട്ടോ. പിന്നെന്താ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. പറ്റാവുന്ന പോലെ ഞങ്ങൾ മൂന്നാളോടെ അടിച്ചു വിളിച്ചിട്ടുണ്ട്. ഇവനാണെങ്കിൽ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോകണം പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു, കണ്ടില്ലേ. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു എന്താ പറയുക, ഒരു മൊന്തറുള്ള കൂടെയൊക്കെ പിന്നെ വെള്ളം പോണത്. പിന്നെ അതങ്ങനെ ഓരോരോ അരുവികളായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി പോവാം. അപ്പോൾ കുറേ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇങ്ങനെ നടക്കും. അവൻ നല്ല വഴുക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇവിടെ അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വഴുക്കലുണ്ട്. പിന്നെ ഈ മതിലിലൊക്കെ ഞങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയിരിക്കണു, ഒക്കെ പായൽ വന്നിട്ട് അതൊക്കെ പോയി. പിന്നെ അവിടെ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നെങ്ങാനും എപ്പോഴാണ് മഴ വരികയെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നെങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ചാഞ്ഞ് ഇത് വേഗം ഓടിപ്പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട് ഇടാനും ഒക്കെ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ വലിയ കാര്യത്തിൽ കിട്ടിയൊന്നുമില്ല. ഈസായിട്ട് ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിയെന്നല്ലാണ്ട് വലിയ മഴയൊന്നും കിട്ടിയില്ല. അവനാണെങ്കിൽ ഈ കോട്ട് അവൻ്റെ സൈസിന് കിട്ടാനില്ല. അതുകൊണ്ട് ഒത്തിരി വലിപ്പമുള്ളൊരു കോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവനാണെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷൻ ഇടുന്നത്. അവനിങ്ങനെ എവിടെയൊന്നും തട്ടാനോ പാടില്ല. അപ്പം മഴ പെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ഭയങ്കര ഇറിറ്റേഷനായിട്ട് അപ്പം ഞാനത് നിങ്ങളത് ഊതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവായിട്ട് അവനങ്ങനെ കുറേ കറക്കുന്നുണ്ട്, കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഒന്നും പോസ്റ്റ് ചെയ്യില്ല. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. ഞങ്ങളെല്ലാം എടുക്കും, ലാസ്റ്റ് ഒന്നും പോസ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് വന്ന ചേഞ്ചസ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ കണ്ടില്ലേ, നീറ്റായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നല്ല ഒരു 6:30-6:45 ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ കുറച്ച് ചിക്കനും ഫിഷൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വാങ്ങി വീട്ടിൽ പോയി സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അത്രയേ ഉള്ളൂ.